ഈ ബംഗാളികളും നമ്മളും തമ്മിൽ വലിയ സാദൃശ്യമുണ്ട് കേട്ടോ. അവിടുത്തെ ഭൂമിശാസ്ത്രവും അല്ലാതെയും രാഷ്ട്രീയമായിട്ടും ഇപ്പോൾ വേറെ ചില ബന്ധങ്ങൾ കൂടി ബംഗാളിൽ നമുക്കുണ്ടായിരിക്കുകയാണ്. ആ ബന്ധം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലേ? മനസ്സിലായി കാണും. അതായത് വിജയനാഥ് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ബംഗാളിൽ നിന്ന് അതിഥി തൊഴിലാളികളായിട്ട് ആളുകളുടെ ഒരു വലിയ ഇൻഫ്ലക്സ് കേരളത്തിലേക്ക് ഉണ്ടായിട്ട് നമ്മളിപ്പോൾ ബംഗാളി പഠിച്ചുകൊണ്ടിരിക്കുക. ബംഗാളിയിലും സംസാരിക്കാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ബംഗാളിലേക്ക് പോയ ഒരാൾ അവിടെ ബംഗാളി 20 മിനിറ്റ് നേരം സംസാരിച്ച് ബംഗാളി ഭദ്രാലോകിനെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയിരിക്കുക. കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിഭ, അവിടുത്തെ നിയമസഭ അതിഥി തൊഴിലാളിയായിട്ട് പോയതല്ല, ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് പോയതാണ്. ഹിസ് എക്സലൻസി CV ആനന്ദ ബോസ്, ദി ഗവർണർ ഓഫ് വെസ്റ്റ് ബംഗാൾ, അവിടെ പോയി അത്ഭുതപ്പെടുത്തിയിരിക്കുക. ആദ്യമൊക്കെ വിവാദങ്ങൾ കൊണ്ടാണ് അദ്ദേഹം വാർത്തയിൽ വന്നിരുന്നതെങ്കിൽ, മമതാ ബാനർജിയുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ കൊണ്ടാണ് വാർത്തയിൽ വന്നിരുന്നതെങ്കിൽ, ഇപ്പോൾ അദ്ദേഹം അവിടെ മമതയുടെ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളാലും കയ്യടി ഏറ്റുവന്നു. കാരണം ഒരു ഗവർണർ പോയി ഇങ്ങനെ സുഭദ്രമായ ബംഗാളി, ഇപ്പം മലയാളി, ഇപ്പോൾ എരുമ തന്നെ ഒരുമാന്ന് കേരളത്തിൽ വന്നൊരു ഗവർണർ ബജറ്റ് പ്രസംഗത്തിനിടെ പറയുന്നുണ്ട്, എരുമ തന്നെ ഒരുമ എന്ന് പറഞ്ഞിട്ട്. അത് എരുമയും ഒരുമയും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഡോക്ടർ D ബാബു പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു IAS-കാരൻ മലയാളം പഠിച്ച് വല്ലാത്ത കുഴപ്പമുണ്ടായി, കേരളത്തിൽ ധാരാളം മുളകളുണ്ട് എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പറഞ്ഞു പോയപ്പോൾ അതങ്ങ് തെറ്റിപ്പോയി, കേരളത്തിൽ ധാരാളം മുലകളുണ്ട് എന്നായിപ്പോയി. അദ്ദേഹം ഒരു അശ്ലീല ഛായ അതിന് വന്നു നടന്ന സംഭവമാണ്. അദ്ദേഹം ബാബു പോൾ കള്ളം പറയില്ലല്ലോ. പക്ഷേ ഋഷിരാജ് സിംഗ് എന്ത് ഭംഗിയായിട്ട് മലയാളം പഠിച്ചു പറയുന്നുണ്ട്. അദ്ദേഹത്തിനെ നമ്മൾ അങ്ങനെയുള്ളവരെ നമ്മൾ അഭിനന്ദിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കേരളം വിട്ടുപോയ ഗവർണർ ഉണ്ടല്ലോ, അദ്ദേഹവും നന്നായിട്ട് മലയാളം സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ലൊരു പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം അറിയാമോ രാജേന്ദ്രന്? CV ആനന്ദ ബോസ് ഒരു വിദ്യാരംഭ ദിനത്തിലാണ് അവിടെ ഒരു കുട്ടിയെ കൊണ്ടാണ് ഈ ബംഗാളി പഠിച്ചത്. അവിടെ വിദ്യാരംഭം വലിയ പ്രാധാന്യമാണ്. ഇവിടെയും പ്രാധാന്യമുണ്ട്. ബംഗാളിൽ അറിയാമല്ലോ, ആയുധപൂജയൊക്കെ വളരെ പ്രധാനമാണ്. അപ്പൊ ഈ ഒരു കുട്ടിയാണ് തന്നെ പഠിപ്പിച്ചത്. ബംഗാളി പൂജ മാത്രമല്ല, ദുർഗാപൂജ, അത് എല്ലാം സരസ്വതിയുടെ ഭാവങ്ങളാണല്ലോ. അപ്പൊ ഈ കുട്ടി പഠിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് നമ്മുടെ VT ഭട്ടതിരിപ്പാടിന്, അദ്ദേഹം അമ്പലത്തിൽ ശാന്തിക്കാരനായിരുന്നു. അദ്ദേഹം ഒരു കുട്ടിയാണ് അദ്ദേഹത്തെ വായിക്കാൻ പഠിപ്പിച്ചത്. അവിടെ അമ്പലത്തിൽ ശർക്കര പൊതിഞ്ഞുകൊണ്ട് വന്ന ഒരു പേപ്പറിൽ ഒരു പരസ്യമെന്തോ കുട്ടി ചേർത്ത് വായിപ്പിച്ചു VT ഭട്ടതിരിപ്പാടിനെ. മാൻമാർക്ക് കുട, അതാണ് ആദ്യത്തെ അക്ഷരം, അതൊരു മാർക്കായി. അല്ല, അതിലൊരു തെറ്റുമില്ല. കുട്ടിയിൽ നിന്ന് നമ്മൾ പഠിക്കണം, പലതും പഠിക്കാനുണ്ട്. വിശ്വമഹാകവിയായിട്ടുള്ള, പ്രകൃതിയുടെ കവിയായിട്ടുള്ള വില്യം വേർഡ്സ്വർത്തിൻ്റെ ഒരു കവിതയിലെ ഒരു വരി, ദ ചൈൽഡ് ഈസ് ദി ഫാദർ ഓഫ് ദി മാൻ. അപ്പോൾ കുട്ടിയിൽ നിന്ന് പഠിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുട്ടി ഗുരുവായതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ ബംഗാളി ഇത്രയധികം ബംഗാളി വിസ്മയമായിട്ട് തീർന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെയധികം പ്രത്യേകതകളുള്ള മനുഷ്യനാണ് CV ആനന്ദ ബോസ്. അദ്ദേഹം തന്നെ കേരളത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ഹാബിറ്റാറ്റിനേക്കാൾ ഒരു അടയാളങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം പോയത്. ഏറ്റവും ചിലവ് കുറഞ്ഞത് നിർമ്മിതിയുടെ വീടുകളാണ്. അത്തരം വീടുകളുടെ ഒരു മാതൃകാ കൽപ്പന നടത്തിയതും ഈ CV ആനന്ദ ബോസ് തന്നെയാണ്. ഇപ്പോൾ ബംഗാളിൽ പോയിട്ട് ആ ബംഗാളി ഭാഷ കൊണ്ട് ബംഗാളികളെ കയ്യിലെടുത്തിരിക്കുകയാണ്. പ്രതിപക്ഷം നയപ്രഖ്യാപനത്തിൽ പ്രതിഷേധവുമായിട്ട് വന്നപ്പോൾ അദ്ദേഹം നിർത്തിയിട്ട് ആ പ്രതിഷേധം മുഴുവൻ കേട്ടു എന്നാണ്. എന്ന് മാത്രമല്ല, ഇറങ്ങിപ്പോകാനിരുന്നതാണ് പ്രതിപക്ഷം. അതാണല്ലോ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിപ്പോകണം, ബഹളം ഉണ്ടാക്കണം എന്നാണല്ലോ ഇന്ത്യയുടെ ആ പ്രതിപക്ഷ മര്യാദ എന്ന് പറയുന്നത്. നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നതും പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരിറങ്ങിപ്പോകാൻ തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ ബംഗാളി കേട്ടങ്ങ് ഇരുന്നു പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ബോയ്ക്കോട്ട്, സഭയിൽ ഒരു ബജറ്റിൻ്റെ ബോയ്ക്കോട്ട് ഒഴിവാക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഈ അയത്നലളിതമായിട്ടുള്ള ബംഗാളി ഭാഷ സഹായിച്ചു എന്നാണ് കേട്ടത്. ആളുകളെ വിസ്മയിപ്പിച്ചു. ഈ മമതയെ കുറേ നാളായിട്ട് വിറപ്പിച്ചിരുന്ന ആളാണ്. അതെ. അവിടുത്തെ ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ, അവിടെ CV ആനന്ദ ബോസ് ബംഗാളിലെ.
അവിടെ വലിയ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായില്ലേ? ആ സമയത്തെല്ലാം ഗവർണറുടെ ഇടപെടലുണ്ടായി. കഴിഞ്ഞ തവണത്തെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പോയില്ല, സി വി ആനന്ദബോസ് പോയില്ല. ഇത്തവണ മുഖ്യമന്ത്രി മമതയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നേരിട്ട് എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. അതാണ് സാധാരണ അങ്ങനെ മുഖ്യമന്ത്രി നേരിട്ട് പോയി വിളിക്കാറില്ല. വരുത്തണം എന്നുള്ളൊരാഗ്രഹം അവർക്ക് ഈ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമേ ഉള്ളൂ. 2026 തെരഞ്ഞെടുപ്പല്ലേ, അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ളതാണ് ഇത്. മമതാ ബാനർജിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അവരിങ്ങനെ പൊട്ടിത്തെറിക്കും, ഇങ്ങനെ ഷോ കാണിക്കും എന്നല്ലാതെ അത് ഏറ്റവും കൂടുതൽ നേതൃത്വത്തിലുള്ളത് നരേന്ദ്രമോദിയെയാണ് അവർ ഇപ്പോഴും. പക്ഷേ എല്ലാ വർഷവും ബംഗാളിൽ നിന്ന് ഉള്ള ഒരു ധോത്തി, വിശിഷ്ടമായൊരു ധോത്തി ഏതോ ഒരു ഉത്സവ ചടങ്ങിൽ വെച്ചിട്ട് എല്ലാ വർഷവും മോദിക്കായിട്ട് അയച്ചു കൊടുക്കാറുണ്ട്. മോദിയാണ് ഇത് പരസ്യമായിട്ട് പറഞ്ഞത്, മമതയല്ല പറഞ്ഞത്. അപ്പം മമത എപ്പോഴും എല്ലാവരുമായിട്ട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പൊട്ടിത്തെറിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി എന്നുള്ളതും പ്രസക്തമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ബംഗാളി ഭാഷയിലുള്ള ഈ സംസാരം തൃണമൂലിനെ മാത്രമല്ല, മമതാ ബാനർജിയെ മാത്രമല്ല, ബംഗാളിലെ മുഴുവൻ ആളുകളെയും തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഭാഷ അവർക്ക് അത്രയും അറിയില്ല, നമുക്കറിയാവുന്ന അത്രയും അറിയില്ല. അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ അറിയാത്തവർക്ക് തീരെ അറിയാൻ വയ്യാത്ത, ഹിന്ദി പോലും അറിയാത്തവരോടുണ്ട് ചില ഈ ബംഗാളിയുമായിട്ട് നമുക്കൊരു വലിയ അടുപ്പമുണ്ട്. ഇപ്പം നമ്മൾ അടുപ്പം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും പറയുന്നത് ബംഗാളിൽ നിന്ന് അതിഥി തൊഴിലാളികൾ ഇവിടെ എത്തുന്നു, അതല്ല. അല്ലാതെ തന്നെയും രാഷ്ട്രീയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, ഇപ്പോഴായിരിക്കും ഇല്ലാതായത്. അതുപോലെ തന്നെ നമ്മൾക്ക് അവിടുത്തെ രവീന്ദ്ര സംഗീതമൊക്കെ മലയാളികൾക്ക് വളരെ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുണ്ട്. പിന്നെ ലോക സിനിമാ ഭൂപടത്തിൽ ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്ര ചാർത്തിയത് സത്യജിത്രയിലൂടെയാണ്. ബംഗാളിയല്ലേ? അതെ അതെ, സത്യജിത്ര മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകൻ സന്ദീപ് റോയ് ഉണ്ട്. സന്ദീപ് റോയിയുടെ പുസ്തകങ്ങളും മലയാളത്തിൽ പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, രവീന്ദ്രനാഥ ടാഗോറിന്റെ. അത് പിന്നെ പരിഭാഷപ്പെടുത്താതിരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ധാരാളം, ബിമൽ റോയ്, അതുപോലെ തന്നെ വിലയ്ക്ക് വാങ്ങിയ വീണ, ബിമൽ റോയ് അല്ല, ബിമൽ മിത്ര, അങ്ങനെ എത്രയോ സാഹിത്യകാരന്മാർ. പക്ഷേ എന്നെക്കാൾ കൂടുതലായിട്ട് വിജയനാഥിനെ അറിയാൻ സാംബശിവൻ കേരളത്തിലെ കഥാപ്രസംഗത്തിലൂടെ അത് മുഴുവൻ ജനങ്ങളുടെ അല്ലാതെ വേറെയും ചില സാഹിത്യകാരന്മാരുണ്ട്. നമ്മൾ പതിവായിട്ട് മാതൃഭൂമിയിൽ അതിൻ്റെ പരിഭാഷ വന്നുകൊണ്ടിരുന്ന എഴുത്തുകാർ, പ്രഗത്ഭരായിട്ടുള്ള ചില എഴുത്തുകാരുടെ ഒരു നിര തന്നെ ഉണ്ട് അവിടെ. അവരെല്ലാം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഒരു കാര്യം എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്, കേരളത്തിൽ നിന്നുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയോ അല്ലെങ്കിൽ MT വാസുദേവൻ നായരുടെയോ ഒക്കെ പുസ്തകങ്ങൾ അതുപോലെ അവിടെ പോപ്പുലറാണെന്ന് നമ്മൾ കരുതേണ്ടതില്ല. പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടാവാം, പക്ഷേ അവരതിനെയൊന്നും അംഗീകരിക്കുന്നില്ല. കാരണം നൊബേൽ സമ്മാനം കിട്ടിയ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ നാടാണ്. അപ്പം മലയാള ഭാഷയോട് അത്ര വലിയ ബഹുമാനമൊന്നും അവർക്കുള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ഒരിക്കലേ ONV അവിടെ ചെന്നപ്പോൾ, ONVയുടെ ഒരു സ്വകാര്യ സംഭാഷണത്തിലോ അതോ ഒരു വേദിയിൽ പറഞ്ഞതായിട്ടാണ് എനിക്ക് ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് നേർക്ക് അവിടുത്തെ ഒരു ബംഗാളി കവി വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ മലയാളികൾ ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി ആദ്യം പണയം വെക്കുക നിങ്ങളുടെ ഭാഷയായിരിക്കും എന്നാണ് ONV എടുക്കൽ പറഞ്ഞത്. ഈ ONV തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ കവിതകൾ, നിങ്ങളുടെ നോവലുകൾ, കഥകൾ എല്ലാം തന്നെ ഞങ്ങൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഭാഷയോട് ആ നീതി കാണിക്കുന്നില്ല, ആ കാവ്യനീതി ഉണ്ടാവുന്നില്ല എന്ന് അദ്ദേഹം തമാശ രൂപേണയാണെങ്കിലും പറയുന്നത് ഒരു സദസ്സിൽ, കേരളത്തിൽ തന്നെ സർവകലാശാലയിൽ വെച്ചുള്ള ഒരു സദസ്സിൽ അദ്ദേഹം പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ആനന്ദബോസ് ഒരു പുതിയ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്ന ഗവർണറും അടുത്ത ബജറ്റ് മലയാളത്തിൽ അവതരിപ്പിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പക്ഷത്തു നിന്നുള്ള നമ്മുടെ ആഗ്രഹം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.